ഹക്കീം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടോ, ഉണ്ടെങ്കിൽ അയാളിന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഈ സിനിമ പുറത്തു വരുന്നതിന് വളരെ പ്രതിഷേധമായിട്ടൊരു വിഭാഗം സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേർ ആടുജീവിതത്തിനെതിരെ ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഓസ്കാർ ഇത് നോമിനേഷൻ കിട്ടിയാൽ, ഈ സിനിമ അവിടെ എത്തിയാൽ പരിഗണിക്കപ്പെടുന്ന ഒരു മേഖല മേക്കപ്പിന് തന്നെയായിരിക്കും. ഇത്രയേറെ ദുരന്തങ്ങളും ഒക്കെ കടന്നു ചെന്നിട്ട് ഇന്ന് ലോകം, മലയാളി പ്രേക്ഷകർ മാത്രമല്ല ലോക പ്രേക്ഷകർ, ലോക ചലച്ചിത്ര പ്രേമികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആടുജീവിതത്തിൻ്റെ വിജയം. എനിക്ക് ബ്ലെസ്സി സാറിനോടും ഇതിലെ അഭിനേതാക്കളായിട്ടുള്ള പൃഥ്വിരാജ് അടക്കമുള്ളവരോടും പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തോടും പറയുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. अंदर से कोई बाहर ना जा सके. ഈ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പം തുടങ്ങിയ ആഗ്രഹമാണ് ഈ വലിയ സിനിമ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ, തിരശ്ശീലയിൽ ആടുജീവിതം അനുഭവിക്കുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ആടുജീവിതം പോയി കണ്ടു, നന്നായിട്ട് ആസ്വദിച്ചു, ആഘോഷിച്ചു. സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കുക വയ്യ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംവേദിക്കാൻ മുതിരുന്നത്. 2008 ബെസ്റ്റ് സെല്ലർ നോവലായി മാറിയ ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ വളരെ ചർച്ചയായിരുന്നു 2008 തന്നെ. ആ കാലഘട്ടത്തിൽ ആണ്, അതിനു മുമ്പേ നമുക്കറിയാം, പ്രവാസ ലോകത്ത് പോയി മണലാരണ്യങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള നിർധനരായിട്ടുള്ള പ്രവാസികളുടെ ജീവിതം, ഒരുപാട് നരകയാതനകളൊക്കെ അനുഭവിച്ച് പലപ്പോഴും ജയിലുകളിൽ അകപ്പെട്ടു പോയ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളിലൂടെയും മലനാട് ജീവിയിൽ തന്നെ എത്രയോ പേരുടെ ജീവിതം നമ്മൾ വരച്ചു കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു 2008 തന്നെ ഈ ഒരു ആടുജീവിതത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന കാലഘട്ടത്ത് സൗദി അറേബ്യയിൽ സമാനമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകുകയും ആ വിഷയത്തിൽ കുട്ടിയം സ്വദേശിയാണ് അകപ്പെട്ടു പോയത്. നൂറുദ്ദീൻ കുട്ടിയം വാർത്ത ഷംനാദ് കരുനാഗപ്പള്ളി അറിയിക്കുകയും മലനാട് ജീവിയുടെ റിപ്പോർട്ടറായ ഷംനാദ് കരുനാഗപ്പള്ളി വാർത്ത പ്രസിദ്ധീകരിക്കുകയും നമ്മുടെ ചാനലിലൂടെയും മറ്റിതര വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത പരക്കുകയുണ്ടായി. ഒരു യുവാവ് മണലാരണ്യങ്ങളിൽ എവിടെയും അകപ്പെട്ടു പോയി. കാരണം ജോലി സ്ഥലത്ത് നിന്നും ടാക്സിക്ക് കൈ കാണിച്ച് കയറിപ്പോയതാണ്. പക്ഷേ ടാക്സിയിൽ ആളില്ലായിരുന്നു. അങ്ങനെ ആ ടാക്സി ഡ്രൈവർ, ആ തദ്ദേശവാസിയായ ടാക്സി ഡ്രൈവർ അവൻ്റെ കയ്യിലുള്ള പണം പിടുങ്ങി അല്ലെങ്കിൽ അപഹരിച്ചിട്ട് അവനെ ജനവാസമില്ലാത്ത വിദൂരമായ ഏതോ മണലാരണത്തിൽ ഉപേക്ഷിച്ചു. കഴിഞ്ഞ 4 ദിവസമായി ഷിബു ഖാൻ ബത്തേരിൽ നിന്നും കാണാതായിരിക്കുകയാണ്. ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന വാർത്തയിൽ കൂടി അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യമായി മലനാട് ടീമുമായി ബന്ധപ്പെട്ടത് കൊല്ലം ജില്ലയുടെ ജീവകാരുണ്യ പ്രവർത്തനമായ നൂറുദ്ദീൻ കുട്ടിയുമാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം. പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനമായിട്ട് സഹായം എന്നുള്ള വ്യക്തി രാവിലെ ഷാജിയെ കോൺടാക്ട് ചെയ്യുമായിരുന്നു, കുട്ടിയും പ്രവാസി കൂട്ടായ്മയുടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ സ്ഥലത്തെത്തുകയും സ്ഥലത്തെത്തിയപ്പോൾ ഷാഫി എന്നുള്ളൊരു വ്യക്തി അവിടെ വന്നെത്തിയിട്ടുണ്ട് 3 ദിവസമായി. ബിജു ഖാൻ്റെ ഫോട്ടോയുമായി സാദൃശ്യം തോന്നുന്നതാണ് ഷാജി നമ്മളോട് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഇത് ബിജു ഖാനാണ് തന്നെ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ റിയായുടെ പ്രവർത്തകനായ നസീറുമായി നമ്മൾ ബന്ധപ്പെട്ടു. ആ പത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അവരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ മലനാട് ടിവിയുടെ റിപ്പോർട്ടറായ ഷംനാദ് കരുനാഗപ്പള്ളി ബന്ധപ്പെടാനും ഷംനാദ് കരുനാഗപ്പള്ളി അപ്പോൾ തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ കൂടെ ആ സ്പോട്ടിൽ എത്തിപ്പെടുകയും അങ്ങനെയാണ് ഈ വ്യക്തി ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് ഇദ്ദേഹത്തിന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായതാണ്. പിന്നീട് നമ്മളുടെ ഷംനാദിൻ്റെ വാർത്ത കണ്ട് ആ മണലാരണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ആൾ ഈ ഒരു വാർത്ത കാണുകയും ഷംനാദിനെ ഇത് തിരിച്ച് അറിയിക്കുകയും ഷംനാദും നൂറുദ്ദീൻ കുട്ടിയും ഷിഹാബ് കുട്ടിയോടും അടക്കമുള്ളവർ പോയി ആ കുട്ടിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയക്കുകയുണ്ടായി. അത് വലിയ വാർത്തയായിരുന്നു പത്രങ്ങളിലെല്ലാം. മലനാട് ടിവിയാണ് അതിൽ ഇടപെട്ടതെന്ന്. അപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാത്ത മണലാരണത്തിലെ ആടുകൾക്കിടയിലെ ഇത്തരം ക്യാമ്പുകളിലെ ജീവിതത്തെക്കുറിച്ച് വരച്ച് കാട്ടുന്ന ഒരു പുസ്തകമായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം. പലരും സിനിമ കണ്ടിട്ട് അഭിപ്രായപ്പെട്ടു, പുസ്തകത്തിനോളം നോവലോളം വന്നിട്ടില്ല ചലച്ചിത്ര ഭാഷ്യമെന്ന്. അത് ഇങ്ങനൊരു സാഹചര്യമാണ്. സാംസ്കാരിക മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്നത് പോലെ സാഹിത്യവും ചലച്ചിത്രവും ഒത്തുചേരുമ്പം പലപ്പോഴും ചലച്ചിത്രം പരാജയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തകഴിയുടെ നോവലുകൾ ചലച്ചിത്ര ഭാഷ നേടിയപ്പോഴും ഈ ഒരു സാഹചര്യമുണ്ടായി. ഇന്നും നമ്മളുടെയൊക്കെ മനസ്സിൽ അലതല്ലുന്ന തകഴിയുടെ ചെമ്മീൻ സിനിമ പലപ്പോഴും നോവലിനേക്കാൾ മുന്നോട്ട് കവച്ചു വെച്ചില്ല എന്ന് അവകാശപ്പെടുന്ന വായനക്കാരുണ്ട്. അപ്പം വായനക്കാരൻ്റെ, അനുവാചകൻ്റെ അർത്ഥതലങ്ങളിലൂടെ അവൻ സങ്കല്പിക്കുന്ന ഭാഷയിലൂടെ അതിനെ കാണുകയാണ്. വായനയിലൂടെ ആ സാങ്കല്പിക കഥാപാത്രങ്ങളെയും സാങ്കല്പിക ലോകത്തെയും അവൻ അനുവാചകൻ സൃഷ്ടിക്കുകയാണ്. അവിടെ സംവിധായകൻ എന്ന് പറയുന്നത്
കഥ വായിക്കുന്ന അനുവാചകനായിട്ടുള്ള വായനക്കാരനാണ്. ബ്ലെസ്സിയുടെ വായന പരതയും ബ്ലെസ്സിയുടെ സംവിധാന ചാതുര്യവും ഒരുപക്ഷെ മറ്റൊരു അനുവാചകന് പിന്നെ ഈ പറയുന്ന നോവൽ വായിച്ച വായനക്കാരന് അതുമായിട്ട് താരതമ്യം പ്രാപിക്കുവാൻ ചിലപ്പം ശകലം ലേശം പാടുപെടേണ്ടി വരും. അവിടെയാണ് ഇത്തരം ചർച്ചകളൊക്കെ കടന്നു വരുന്നത്. ബ്ലെസ്സിയുടെ ചിത്രീകരണ മികവ് ബെന്യാമിൻ്റെ രചനാ പാടവത്തിന് താഴെയായിപ്പോയി എന്ന് പറയുന്ന ഒരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, എന്തൊക്കെ പറഞ്ഞാലും ആടുജീവിതം, നജീബിന് സമർപ്പിച്ച ആടുജീവിതത്തിൻ്റെ ആ പിന്നെ എന്താണ് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും ത്യാഗങ്ങളും ഒക്കെ സമ്മാനിച്ച ആടുജീവിതം പേരിൽ ഒരു അറം പറ്റിയതുപോലെ തന്നെ ചലച്ചിത്രത്തിനും അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചലച്ചിത്ര നിർമ്മാണ സാഹചര്യത്തിൽ ബ്ലെസ്സിക്കാണെങ്കിലും പൃഥ്വിരാജനാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന സാങ്കേതിക പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിച്ച വർഷങ്ങളാണ് 16 വർഷങ്ങൾ. ആടുജീവിതത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയ 16 വർഷങ്ങൾ. ബ്ലെസ്സിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു വലിയൊരു ക്യാൻവാസിലേക്ക് സിനിമ നിർമ്മിക്കണം എന്നുള്ള ചിന്ത വന്നപ്പം ആടുജീവിതത്തിന് വേണ്ടി മലയാളം പോലൊരു ചെറിയ പിന്നെ മാർക്കറ്റുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ട് 100 കോടിയോ 80 കോടിയോ 75 കോടിയോ 50 കോടിയോ ഒന്നും മുടക്കുവാനുള്ള ഒരു പ്രൊഡ്യൂസറിനെ ബ്ലെസ്സിയെ പോലെ പ്രതിഭ തന്നെയായിട്ടൊരു സംവിധാനം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ബ്ലെസ്സിയോടൊപ്പം നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ജിമ്മി ജീൻ ലൂയിസ്, അദ്ദേഹം സിനിമാ നിർമ്മാതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി മികച്ച ഒരു നടനാണ്. അദ്ദേഹം സ്പാനിഷ് മേഖലയിൽ ഗാനരംഗങ്ങളിലൊക്കെ മികച്ച ഒരു പിന്നെ പേരെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റൊരു സുഹൃത്തും കൂടി ചേർന്നപ്പോഴാണ് ബ്ലെസ്സിയുടെ ഈ മനോഹരമായിട്ടുള്ള ചലച്ചിത്ര കാവ്യം പൂർത്തിയാകുന്നത്. എന്തായാലും 16 വർഷം കൊണ്ട് ബ്ലെസ്സി ഈ സിനിമയ്ക്ക് വേണ്ടി അനുഭവിച്ച പാടുകൾ ചെറുതല്ല. എനിക്ക് തോന്നുന്നു കാഴ്ചയും അതുപോലെ തന്നെയായിരുന്നു. കാഴ്ചയുടെ ചിത്രീകരണ സമയത്ത് കുട്ടനാട്ടിൽ വെച്ച് സിനിമ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോം തകർന്ന് ബ്ലെസ്സിയുടെ ക്യാമറ അടക്കം വെള്ളത്തിലേക്ക് വീണൊരു കഥ ബ്ലെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതം, സിനിമാ ജീവിതം ഇതോടുകൂടി തീർന്നു എന്ന് വിലപിച്ച ബ്ലെസ്സി എനിക്കറിയാം. അത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടാണ് ബ്ലെസ്സി കാഴ്ച ഒരുക്കിയത്. ഇതേപോലെ തന്നെ അപ്പോൾ അതിനപ്പുറമുള്ള ദുരിതങ്ങളും ഒക്കെയാണ് സമ്മാനിച്ചത്. ഒന്ന് പിന്നെ ചിത്രീകരണം ഏകദേശം 16 വർഷത്തോളം നീണ്ടുപോകുന്ന ഒരു ദുരന്തം, 6ഓളം ഷെഡ്യൂളുകൾ പാക്കപ്പ് ആകുന്ന ഒരു ദുരന്തം, അതിനപ്പുറം കോവിഡ് മഹാമാരിയിൽ സംവിധായകനും സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും അടക്കമുള്ളവർ ക്വാറന്റൈനിൽ അകപ്പെട്ടു പോകുന്ന മറ്റൊരു ദുരന്തം. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയത് പൃഥ്വിരാജിനെയാണ്. രാജു എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലേക്ക് എടുത്തിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവുണ്ട്. എത്രയാണോ ശരീരത്തൂക്കം വേണ്ടത് അത്രയും പോലും ഇല്ലാതെ ഫിസിക്കൽ ഫിറ്റ്നസ് നേടിക്കൊണ്ടിരുന്ന രാജു ഈ കഥാപാത്രത്തിന് വേണ്ടി വീണ്ടും 10-20 കിലോ കുറയ്ക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ 16 വർഷം, അല്ലെങ്കിൽ ഈ സിനിമ എത്ര വർഷമാണ് ഷൂട്ടിങ് മുന്നോട്ട് പോയത് അത്രയും വർഷവും ആ കഥാപാത്രത്തിൻ്റെ നൈരന്തരികതയ്ക്ക് വേണ്ടി ജീവിതം അല്ലെങ്കിൽ ശരീര ഫിറ്റ്നസ്സിലേക്ക് ഒതുക്കേണ്ടി വരുന്ന രാജുവിൻ്റെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസവും ആത്മസമർപ്പണവുമാണ് ആ കഥാപാത്രത്തിൻ്റെ വിജയം. ഒരു വലിയ ക്ലാസിക് സിനിമയായിട്ടാണ് ഇന്നും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങളും ചർച്ചകളൊക്കെ നെഗറ്റീവ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ഈ സിനിമയുടെ റിവ്യൂ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് വായനക്കാരൻ്റെ, അനുവാചകൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളും സാങ്കല്പികമായിട്ടുള്ള ആ അനുഭവിച്ച സുഖങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, ചലച്ചിത്ര ഭാഷ്യം നൽകിയാൽ ഈ പറയുന്ന ബ്ലെസ്സിയുടെ കണ്ണുകളിലൂടെ അത് ആ സിനിമ കാണുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാം. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാൽ പൃഥ്വിയുടെ ആ ഒരു സമർപ്പണം, മറ്റ് ഇതര സാങ്കേതിക പ്രവർത്തകരുടെ എല്ലാം സമർപ്പണം, ഒപ്പം ആർട്ടിസ്റ്റുകളുടെ പ്രവർത്തനം. ഗോകുലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതുമുഖ നടൻ എന്നുള്ള നിലയിൽ ഗോകുലിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരുന്നു ആ ഒരു കഥാപാത്രം. അത് ഒരു പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം പൃഥ്വിയോടൊപ്പമോ പൃഥ്വിക്ക് മുകളിലോ ഗോകുൽ എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹക്കീമിൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹം ഭാവഹാവാദികളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചതിന് ശരിക്കും നിഷ്കളങ്കനായിട്ടുള്ള ആ മുഖത്ത് പിന്നീട് ക്രൗര്യം വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിസ്സഹായത വരുന്നുണ്ട്. ഒരു വേളയിൽ മരീചിക പോലെ തോന്നാവുന്ന അടുത്ത നഗരം അടുത്തെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വയ്യാത്ത ഒരുപക്ഷെ തളർന്ന് വീണ് മരിച്ചു പോകാവുന്ന ആ വേളയിൽ തന്നെ തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് നഗരത്തിൻ്റെ ആ സ്വപ്ന സമാനമായിട്ടുള്ള വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഓടി അടുത്തേക്ക് പോകാനായിട്ട് ചെല്ലുകയും പിന്നീട് അതൊരു മരീചികയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഹക്കീമിൻ്റെ ഭാവഹാവാദികൾ വളരെ മനോഹരമായിട്ടാണ് ഗോകുൽ
അവതരിപ്പിച്ചിരിക്കുന്നത്. ജീൻ ലൂയിസ് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം വളരെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരു കഥാപാത്രമാണ്. സിനിമയുടെ എല്ലാ വശങ്ങളും ചേർത്ത് വായിക്കുമ്പം ഒരു ഓസ്കാർ പരിഗണന ലഭിക്കേണ്ട സിനിമ തന്നെയാണ് ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് അതിൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. മണലാരണ്യത്തിൻ്റെ കാഴ്ചകൾ ഇത്രയും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു മരുഭൂമി കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് മറ്റൊരു ലോക സിനിമയും സമ്മാനിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. ചില DI ചെയ്ത മേഖലകളിൽ, ചില രാത്രി കാഴ്ചകളിൽ ഗ്രെയിൻസ് അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 82 കോടി മുടക്കിയ സിനിമയാണ്. അതും കൂടി ഒഴിവാക്കാമായിരുന്നുവെങ്കിൽ ആ മേഖലയ്ക്ക് 100% നമുക്ക് മാർക്ക് നൽകാമായിരുന്നു. അത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നമ്മുടെ നജീബിൻ്റെയും ഭാര്യയുടെയും പ്രണയത്തെക്കുറിച്ച് കാണിക്കുന്ന സീക്വൻസാണ്. അതിൽ വന്നപ്പം തനി മലയാള സിനിമയോ ഒരുപക്ഷെ ഇപ്പോഴത്തെ സമാന്തരമായിട്ടുള്ള മറ്റ് അന്യഭാഷാ സിനിമകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ചില ഷോർട്സിലേക്ക് ബ്ലസ്സി വഴുതി വീണുപോയി. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പച്ചയായ ജീവിതം കാണിക്കാമായിരുന്നു. ഒരുപക്ഷെ മണലാരണ്യത്തിലേക്ക് പോയപ്പോൾ, ആടുകളോടൊപ്പം ജീവിച്ചപ്പോൾ ബെന്യാമിൻ എഴുതി വെച്ചതുപോലെ തൻ്റെ ഭാര്യയെ ഓർത്ത് ആടിനെ വേൽക്കേണ്ടി വന്നവനാണ് എന്ന് നജീബ് എന്ന് പറയുന്ന ഒരു വരിയിൽ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രം അനുഭവിച്ച മുഴുവൻ യാതനകളുടെയും വേദനകളുടെയും മുകളിൽ നിൽക്കുന്ന മറ്റൊരു തീവ്രമായ കുരിശുവേദന, അല്ലെങ്കിൽ ഒരു വലിയ വേദന സമ്മാനിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ഒറ്റ വരിയിലൂടെ. അത് ഈ അടുത്ത കാലത്ത് യഥാർത്ഥ നജീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് അങ്ങനെ എഴുതിയതിൽ മാത്രമാണ് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പോയത്. കാരണം അത്തരമൊരു സാഹചര്യത്തിൽ ആടിനെ വേൾക്കുന്നതിന് വേണ്ടിയാണോ ചിന്ത എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ ബെന്യാമിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പല അനുവാചകരും വായനക്കാരും പറഞ്ഞു ആടിനെ വേൾക്കുന്ന സീൻ സിനിമയിലില്ലാതെ പോയത് തെറ്റായിപ്പോയിരുന്നു. പക്ഷേ അവിടെ ആടിനെ വേൾക്കേണ്ടി വന്ന ഒരു കഥാപാത്രമാകേണ്ടി വന്ന നജീബിൻ്റെ ആ മാനസിക അവസ്ഥയുടെ ആ അകതാരിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതിനെ ചിന്തിച്ചത്. സമൂഹം മുഴുവൻ വാഴ്ത്തിപ്പാടിയ നജീബ് അനുഭവിച്ചിട്ടുള്ള മണലാരണ്യത്തിലെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഫേസ് ചെയ്ത മലയാളി പ്രവാസിയുടെ ദുഃഖങ്ങൾക്ക് മുകളിൽ കറുത്ത വരയായി മാറുകയാണ് ആ ഒരൊറ്റ വാചകം, ഒരു വരിയിലൊരു ബെന്യാമിൻ എഴുതി ചേർത്തിട്ടുള്ള ആട് വേഴ്ച. എന്തായാലും അതുകൂടെ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ പുസ്തകത്തിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ സിനിമയ്ക്കും ബ്ലസ്സി ബോധപൂർവമോ അബോധപൂർവമോ ചിത്രീകരിച്ച ആ കാഴ്ച മലയാളി പ്രേക്ഷകരെ മുറിവേൽപ്പിക്കാതെ മാറ്റിവെച്ചതിന് എനിക്ക് സെൻസർ ബോർഡിനോട് നന്ദി പറയാനുണ്ട്. ഭരതൻ്റെ പല സിനിമകളും AU എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഇപ്പം ബ്ലസ്സി കിട്ടിയെങ്കിൽ A സർട്ടിഫിക്കറ്റ് ഇറങ്ങിയ സിനിമകളുണ്ട്. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന സെൻസർ കത്രിക വീഴാത്ത എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്മരാജൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവൻ അടക്കമുള്ള ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിനൊന്നും പോകാതെ മലയാള, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ ഗാനരംഗങ്ങളെ പോലെ തന്നെ വരുന്ന കുറച്ച് സീക്വൻസ് പാട്ടുകളിൽ ഇടം പിടിച്ചു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ സിനിമ ലോക ക്ലാസിക് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് AR റഹ്മാൻ ആണെങ്കിൽ കൂടി കുറച്ച് അധികമായാൽ അമൃത് വിഷം എന്ന് പറഞ്ഞതുപോലെ സംഗീതത്തിൻ്റെ അതിര് കടന്ന ഒരു ഇടപെടൽ ഇവിടെ വന്നിട്ടുണ്ട്. മൗനമാകാമായിരുന്ന ചില ഭാഗങ്ങളിൽ AR റഹ്മാൻ ചിലപ്പോൾ ട്യൂൺ ചെയ്തതായതുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ചില പാട്ടുകളുടെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിയേറ്ററും കണ്ടിരുന്ന കാണികളുടെയും പ്രേക്ഷകരുടെയൊക്കെ മനസ്സുകളിലൊക്കെ നിറഞ്ഞ മൗനമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡയറക്റ്റഡ് ബൈ അറിയാലോ ബ്ലസ്സിയാണ്. റൈറ്റിംഗ് ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ ബെന്യാമിനാണ് സ്റ്റോറിയുടെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് ബ്ലസ്സി തന്നെ ചെയ്തിരിക്കുന്നു. കാസ്റ്റ് നമുക്ക് വരുമ്പോഴത്തേക്ക് പൃഥ്വിരാജ് സുമനാണ് നജീബായിട്ട്, ജിമ്മി ജീൻ ലൂയിസ് ഖാദ്രി, KR ഗോകുൽ ഹക്കീം, താലിബായിട്ട് കഫീൽ, റിക്കബി കഫീൽ ജൂനിയർ, അമല പോൾ സൈനു, റോബിൻ ദാസ് ഹിന്ദിവാല, ശോഭ മോഹൻ ഉമ്മ, നാസർ കർത്തേനി കുഞ്ഞിക്ക, ബാബുരാജ് തിരുവല്ല കരുവാറ്റ ശ്രീകുമാർ, കെഫ് നജിൻ, റിച്ച് മാൻ ഇൻ റോൾസ് റോയ്സ് കാറിൽ. ഈ സിനിമ പുറത്തു വരുന്നതിന് വളരെ പ്രതിഷേധമായിട്ടൊരു വിഭാഗം സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ഒരുപാട് പേർ ആടുജീവിതത്തിനെതിരെ ചർച്ചകൾ തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ഞങ്ങളിവിടെ ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ അറബികളെല്ലാം കാട്ടറബികളല്ല, അവർ ഞങ്ങളെ വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിൽ തന്നെ 2 തലങ്ങളിലൂടെ ഈ 2 കാര്യങ്ങൾക്കും അക്കമിട്ട് ഉത്തരം നൽകുന്നുണ്ട് ബ്ലസ്സിയുടെ രചനാപാഠം. കാരണം ഏറ്റവും അവസാനം ബ്ലസ്സിയുടെ അല്ലെങ്കിൽ ബെന്യാമിൻ്റെ റോൾസ് റോയ്സ് കാറാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കടന്നുപോയ ലോറി ഡ്രൈവർമാർ പോലും ആ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലുള്ള ഭിക്ഷാന്തിയുടെ രൂപത്തിലുള്ള നജീബിനെ കയറ്റാതെ പോയപ്പോൾ
കടന്നുപോയ റോൾസ് റോയ്സ് പിന്നോട്ടെടുത്തിട്ട് തിരികെ വന്ന് പിന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്യാണ് പഠിച്ച തമ്പുരാനെ, അയാൾക്ക് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോൾസ് റോയ്സ് കാറിൽ കയറ്റുന്ന നല്ലവനായിട്ടുള്ള അറബിയായിട്ട് കടന്നു വരുന്നത് അക്കഫ് നജീം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ബ്ലസ്സിയോടൊപ്പം മറ്റ് 5 പേർ ചേർന്നുള്ള സ്റ്റീവൻ ആഡംസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ട്. ബ്ലസ്സി പ്രൊഡ്യൂസറാണ്. ഒപ്പം ജിമ്മി ജീൻ ലൂയിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ ഡാർമിക് മത്തൂർ പ്രൊഡ്യൂസറായിട്ട് വരുന്നു. എസ് പ്രഭാകരൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരുന്നു. 82 കോടിയാണ് ടോട്ടൽ മുടക്കുമുതൽ വരുന്നത്. ഒറിജിനൽ സ്കോർ, മ്യൂസിക്കിൻ്റെ പാട്ടുകളുടെ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വന്നിരിക്കുന്നത് AR റഹ്മാൻ്റെ കയ്യൊപ്പുകളിലാണ്. സിനിമാറ്റോഗ്രാഫി ബൈ സുനിൽ KS, KU മോഹനൻ. എഡിറ്റിംഗ് ബൈ ഫിൻ ജോർജ് മടത്തറയും ശ്രീപ്രസാദുമാണ്. ആർട്ട് ഡയറക്ഷന് വലിയ പ്രാധാന്യമുണ്ട്. വളരെ മനോഹരമാണ് ഓരോ ഷോട്ട്സിലും ആർട്ട് ഡയറക്ടർ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ചില ബിംബങ്ങൾ. അതിൽ ഈ പറയുന്ന ആട് ജീവിതം തുടങ്ങിയ ആ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അറബിയിലെ അദ്ദേഹത്തിൻ്റെ ആ കഫീലിൻ്റെ ജീവിതത്തിൻ്റെ പ്രായം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയായിട്ടുള്ള ആ ഒരു ആടുമേയ്ക്കലിൻ്റെ അല്ലെങ്കിൽ ഇത്തരമൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടി പഴകിയ ഒരു ട്രക്ക് മണ്ണിൽ പകുതി പുതഞ്ഞ് കിടക്കുന്ന ഒരു സീനുണ്ട്. അത് നമുക്ക് വളരെ നല്ല ഒരു പലപ്പോഴും അതിൻ്റെ ഒരു ഫ്രെയിം ബാലൻസിങ്ങിന് ക്യാമറമാൻ ഉപയോഗിച്ചിരിക്കുന്ന ട്രക്കിനെയാണ്. രഞ്ജിത്ത് അമ്പാടിയാണ് മനോഹരമായ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മേക്കപ്പിൻ്റെ ആ ഒരു മേഖല കൈകാര്യം ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് അമ്പാടി ഒരു ബിഗ് സല്യൂട്ട്. ബിക്കോസ് ഈ ആടുജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ 3 വർഷക്കാലം കൊണ്ട് അവൻ്റെ മാറ്റങ്ങളാണ്, അവനിലുണ്ടാകുന്ന മുറിവുകളാണ്, അവൻ്റെ ചുണ്ടിലുണ്ടാകുന്ന വെള്ളം കുടിക്കാതെ ഉണ്ടാകുന്ന പൊറ്റ ഇളകി വരിക എന്നൊക്കെ പറയാറില്ലേ, ചുണ്ടുകൾ വെണ്ടുകയറിയിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും ഹക്കീമിൻ്റെയൊക്കെ അവസാന രൂപം എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാണ്. ശരിക്കും പ്രേതതുല്യമായ രൂപത്തിൽ ജീവിക്കുന്ന 2 ജീവിതങ്ങളായി മാറുകയാണ് ഹക്കീമും നജീബും മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ട്. ഓസ്കാർ ഇത് നോമിനേഷൻ കിട്ടിയാൽ, ഈ സിനിമ അവിടെ എത്തിയാൽ പരിഗണിക്കപ്പെടുന്ന ഒരു മേഖല മേക്കപ്പിന് തന്നെയായിരിക്കും. മറ്റൊന്ന്, റസൂൽ പൂക്കുട്ടിക്ക് വീണ്ടും ഒരു ഓസ്കാർ കൂടി കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ ഇതിലെ ശബ്ദ സന്നിവേശത്തിന് കാണുന്നുണ്ട്. ഇത്രയേറെ കഠിനമായ തപസ് അനുഷ്ഠിച്ച പൃഥ്വിരാജ് സുകുമാരനാണ്. ഇത്രയേറെ കഠിനമായ തപസ് പോലെ തന്നെ ആ പൃഥ്വിരാജ് സുകുമാരനോടൊപ്പമോ അതിന് മുകളിലോ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുള്ള പുതുമുഖ നടനെയും ഇതിനകത്ത് നമുക്ക് ഗോകുലിനെയും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഹിന്ദിവാലയായിട്ട് അഭിനയിച്ച അദ്ദേഹത്തെ, ഈ വിജയത്തെക്കുറിച്ചും നമ്മളെല്ലാവരും ആഘോഷത്തോടു കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, ആഹ്ലാദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, കണ്ണീരോടുകൂടിയാണ്. ആഹ്ലാദത്തിൻ്റെ കണ്ണീരോടുകൂടിയാണ് ബ്ലസ്സിയുടെ ആടുജീവിതം മലയാളി പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു വലിയ വേദന നിലനിൽക്കുന്നുണ്ട്. 3 വർഷക്കാലം തൻ്റെ വീടിനടുത്തുള്ള നദിയിലെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങി മണൽ വാരി ജീവിച്ച നജീബ് ഒരു സുഹൃത്തിൻ്റെ വാക്ക് കേട്ട് മണലാരങ്ങളിലേക്ക് പോയാൽ ഓലമേഞ്ഞ അടുക്കളയെന്ന് പറയാനില്ലാത്ത ആ വീട് നന്നാക്കി തൻ്റെ ഭാര്യയ്ക്ക് നൽകാൻ പറ്റുന്ന, അമ്മയ്ക്ക് നൽകാൻ പറ്റുന്ന ആ സംരക്ഷണത്തെ മാത്രം കുതിച്ചുകൊണ്ട് നിർധനനും വിദ്യാഭ്യാസമില്ലാത്തവനുമായിട്ടുള്ള നജീബ് സൗദിയിലെ മണലാരണ്യങ്ങളിലെ എയർപോർട്ടിൽ കാലുകുത്തുമ്പോൾ ആരോ വന്ന് വിളിച്ച് കടന്നുപോയ, അകപ്പെട്ടു പോയ 3 വർഷത്തെ ജീവനം സമ്മാനിച്ചത് ദുരന്തങ്ങളും ഒരുപക്ഷെ ജീവൻ തന്നെ അപഹരിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളുണ്ടാണ് കടന്നുപോയത്. കൂടെ വന്ന സുഹൃത്ത് ഹക്കീമിനെ കുറിച്ച് സിനിമയിൽ മറ്റൊന്നും പറയുന്നില്ല. നജീബും ഇന്നുവരെയും ഹക്കീമിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല പൂർണ്ണമായിട്ടും. ഹക്കീം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടോ? ഉണ്ടെങ്കിൽ അയാളിന്ന് ജീവിച്ചിരിപ്പുണ്ടോ? സിനിമയിൽ ബ്ലസ്സിയും നമ്മളുടെ ബെന്യാമിനും കൊന്നതുപോലെ അദ്ദേഹം മണലാരണ്യത്തിലെ മണലുകളാൽ മൂടപ്പെട്ടു പോയ ജഡമായി മാറിയ മലയാളി പ്രവാസിയാണോ അദ്ദേഹം എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ട്. അതല്ല, ഇന്ന് പ്രാവച്ചമ്പലം അല്ലെങ്കിൽ തിരുവനന്തപുരം സ്വദേശിയാണ് ഹക്കീം എന്ന് പറയുന്നുണ്ട്. ഹക്കീം എവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് വെളിപ്പെടണം. അതിലുപരി 82 കോടി മുടക്കി 1ാമത്തെ ദിവസത്തിന് മുമ്പ് തന്നെ കോടികൾ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങിയ വലിയ ഒരു ചലച്ചിത്ര വ്യവസായമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ വൻ മരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു ലാഭത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് 70 കോടി കടന്നിട്ടുണ്ടെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ കോടാനുകോടികളിലേക്ക് കടന്നു വരാമെന്ന ചലച്ചിത്ര കാവ്യം. എനിക്ക് ബ്ലസ്സി സാറിനോടും ഇതിലെ അഭിനേതാക്കളായിട്ടുള്ള പൃഥ്വിരാജ് അടക്കമുള്ളവരോടും പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തോടും പറയുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ എഴുതി കാണിക്കാറുണ്ട് കഥ, തിരക്കഥ, സംഭാഷണം.
ഇവിടെ എഴുതി കാണിച്ചപ്പോൾ കഥ എഴുതി കാണിച്ചു ബെന്യാമിൻ എഴുതി, തിരക്കഥയും സംഭാഷണവും എന്ന് കാണിച്ചപ്പോൾ അതിൽ ബ്ലസ്സിന്നും എഴുതിയിട്ടുണ്ട്. എവിടെയാണ് 3 വർഷക്കാലം ദുരിത ജീവിതം അനുഭവിച്ച് തീർത്ത ആ ജീവിതത്തെക്കുറിച്ച് ബെന്യാമിനോട് പറഞ്ഞ നജീബിൻ്റെ സ്ഥാനം ഇവിടെ എവിടെയാണ്? എൻ്റെ ജീവിതമാണ് നിങ്ങൾ വരച്ചു കാട്ടിയ സിനിമയുടെ ആ കഥാതന്തു. അവിടെ പേര് കൊടുക്കണം. ആ ജീവിതം പറഞ്ഞതുകൊണ്ടാണ് ബെന്യാമിൻ എഴുതാൻ സാധിച്ചത്. ആടുജീവിതം. ആ ആടുജീവിതത്തിൽ ആറാടി നിൽക്കുന്ന സമയത്ത് ഇന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിപ്പിച്ച് നടക്കുന്ന ടെലിവിഷൻ ഇൻ്റർവ്യൂകൾ, നവമാധ്യമ പ്രവർത്തകരുടെ ഇൻ്റർവ്യൂകളൊക്കെ നടക്കുമ്പോഴും ആ പഴയ മുങ്ങാങ്കുഴിയിട്ട് മണൽ വാരി സമ്പാദിക്കുന്നതിന് അപ്പുറമൊന്നും നജീബിൻ്റെ പോക്കറ്റിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു നോവലിസ്റ്റിന് പ്രസിദ്ധീകരണത്തിൻ്റെ വിഭാഗം നൽകുന്നത് 15% എന്ന് ബെന്യാമിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് തൻ്റെ രചനാ പാടവത്തിന്. ഈ മുടക്കുമുതൽ കഴിഞ്ഞ് രാജുവിൻ്റെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സംഘാടകരുടെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാരുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തതിന് ശേഷമുള്ള ലാഭവിഹിതത്തിൻ്റെ ഒരു 10% പ്രവാസ ലോകത്ത് ജീവിതം ഇതേപോലെ ജീവിക്കാൻ സാധിക്കാതെ അകപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് നിരപരാധികളുണ്ട്. അവർ ജീവിതത്തിൽ നിന്നും അവിടെ നിന്നും ജയിൽവാസവും കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. അടുത്തൊരു ജീവിതം കരപിടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതൊന്ന് കരിപ്പിടിപ്പിക്കുവാനായിട്ട് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാതെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലുള്ള പ്രവാസി മലയാളികളുണ്ട്. നജീബിനെ പോലെ, നജീബിനടക്കം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഥാ തിരക്കഥ സംഭാഷണം എന്ന് പറയുമ്പം കഥ ബെന്യാമിൻ്റെയാണ്, തിരക്കഥയും സംഭാഷണം ബ്ലസ്സിയുടേതാണ്. എവിടെയാണ് മണലാരണത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള നജീബിൻ്റെ ജീവിതകഥ, സ്വന്തം കഥ ഒരു കഥാകൃത്തിനോട് പറഞ്ഞു തന്ന ആ കഥാകാരൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ നമ്മൾ എവിടെയാണ്, ഏത് ക്രെഡിറ്റിലാണ് ഉൾപ്പെടുത്തുക? കഥയുടെ അവകാശം സ്വന്തം ജീവിതത്തിൽ വന്നു പതിച്ച അശനിപാതം പോലെ വന്നു പതിച്ച വിധിവൈപരീത്യം അനുഭവിച്ച് തീർത്ത നജീബിന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ശേഷമേ ബെന്യാമിനിലേക്ക് ആ കഥയുടെ അവകാശം പേറ്റൻ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നോവലിസ്റ്റിന് എത്രയാണോ പ്രിൻ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പബ്ലിഷർ കൊടുക്കുന്നത് 15% ഒരു 5% അവകാശം, ഈ സിനിമയുടെ ലാഭവിഹിതത്തിൻ്റെ അവകാശം നജീബിനുള്ളതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.